ചിന്നക്കനാൽ 301 കോളനിയിൽ കാട്ടാനയുടെ ആക്രമണം. ചക്കക്കൊമ്പൻ കാട്ടാന 2 വീടുകൾ തകർത്തു. കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചുവെന്നും നാട്ടുകാർ പറയുന്നു. അതിനിടെ മറയൂർ ചിന്നാർ റോഡിൽ KSRTC ബസ്സിന് മുന്നിൽ കാട്ടാന ഇറങ്ങി. വിരിഞ്ഞ കൊമ്പൻ എന്ന കാട്ടാനയുടെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ദൃശ്യങ്ങളിലേക്ക്. രാഹുൽ വിജയനാണ് ചേരുന്നത് കട്ടപ്പനയിൽ നിന്ന്. രാഹുൽ, ഈ വിരിഞ്ഞകൊമ്പൻ ബസ്സിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. ആ ബസ്സിനകത്ത് നിറയെ ആളുകൾ ഉണ്ടായിരുന്നു. എല്ലാവരും ആശങ്കയിലായോ? എന്തായാലും ആ ആനയെ കാട്ടിലേക്ക് കയറിയിട്ടുണ്ടോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം? ഒപ്പം തന്നെ ചക്കക്കൊമ്പനെ ആക്രമണം ഉണ്ടാകുന്നുണ്ടോ 301 കോളനിയിൽ? പ്രവിത, തിരുവനന്തപുരത്ത് നിന്ന് പഴനിയിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സിന് മുൻപിലാണ് ചിന്നാറിൽ വെച്ച് വിരിഞ്ഞ കൊമ്പൻ എത്തുന്നത്. ഒരല്പനേരം അവിടെ ഉണ്ടായിരുന്ന ആളുകളെ, ബസ്സിലുണ്ടായിരുന്ന ആളുകളെ ഭീതിയിലാഴ്ത്തി കുറച്ച് ദൂരം പിന്നോട്ട് ഈ ബസ് എടുക്കേണ്ടി വന്നു. അതേ രീതിയിൽ തന്നെ ഈ വിരിഞ്ഞ കൊമ്പനും ആ ബസ്സിനൊപ്പം സഞ്ചരിക്കുകയും ചെയ്തു. ഒരല്പസമയം കഴിഞ്ഞ് അക്രമമൊന്നും കാട്ടാതെ കാട്ടാന സ്വമേധയെ വനമേഖലയിലേക്ക് പോയി എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. ഇപ്പോഴും അതിലെ വാഹനങ്ങൾ കടന്നു പോകുന്നതാണ്. ചിന്നാർ വന്യജീവി സങ്കേതമാണ്, വനത്തിനുള്ളിലൂടെയുള്ള വഴിയാണ്. അതുകൊണ്ട് തന്നെ കാട്ടാന ഇനിയും ഇറങ്ങാനുള്ളൊരു സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു ജാഗ്രത അതുവഴി പോകുന്ന ആളുകൾ പുലർത്തണം എന്നുള്ളത് വനംവകുപ്പ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. ഇനിയും ചിന്നക്കനാലിലേക്ക് വരികയാണെങ്കിൽ 2 വീടുകളാണ് ഈ ചക്കക്കൊമ്പൻ കാട്ടാന തകർത്തത്. സാവിത്രി അതുപോലെ തന്നെ ലക്ഷ്മി എന്ന് പറയുന്ന 2 പേരുടെ വീടുകൾ പൂർണ്ണമായും തകരുന്നൊരു സ്ഥിതിയിലേക്ക് പോയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ മേഖലയിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണ്. 301 കോളനിയിൽ കാട്ടാന ശല്യം സ്ഥിരമാണ്. വേനലായി കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യം കൂടിയില്ല. ഇന്ന് പുലർച്ചയോടെ എത്തിയ ചക്കക്കൊമ്പൻ 2 വീടുകളുടെയും അടുക്കള ഭാഗം തകർത്തു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വീട്ടിൽ ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി എന്ന് എടുത്തു പറയേണ്ടതാണ്. 301 കോളനിയിൽ തന്നെ വ്യാപകമായിട്ട് കൃഷിനാശവും ഈ ചക്കക്കൊമ്പൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴും ആന ഈ ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ് എന്നുള്ളതും ആശങ്കയുണ്ടാക്കുന്ന കാര്യമായി തുടരുന്നു. പ്രവിത, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ ഇടുക്കിയിൽ നിരന്തരം പ്രത്യക്ഷപ്പെടുന്ന ആനകളാണ് ഈ 2, ചക്കക്കൊമ്പനും ഒപ്പം തന്നെ ഈ വിരിഞ്ഞ കൊമ്പനും. വിരിഞ്ഞ കൊമ്പാണ്, അതുകൊണ്ടാണ് വിരിഞ്ഞ കൊമ്പൻ. ഒപ്പം ചക്ക കണ്ടാൽ വിടാത്ത ഒരു ആനയാണ് ചക്കക്കൊമ്പൻ. വെറൈറ്റി പേരുകളാണ്. പേരൊക്കെ കേൾക്കാൻ രസമാണ്, പക്ഷെ അവരുടെ ആക്രമണം അത്ര രസമുള്ളതല്ല. മുൻപൊക്കെ ഈ പടയപ്പയെ കുറിച്ച് പറയുമ്പോഴേ എല്ലാവരും ഭയങ്കര സ്നേഹത്തോടെ സന്തോഷത്തോടെ പറഞ്ഞിരുന്നത്. കാരണം ഇങ്ങനെ അക്രമകാരികളായി കണ്ടാ പേടിക്കും, വലിയ കൊമ്പൊക്കെയാണ് പടയപ്പയ്ക്ക്. ഇപ്പോൾ ഇത് എല്ലാം അക്രമകാരികളായി മാറുകയാണ്. പ്രത്യേകിച്ച് ഈ വേനലെടുക്കുന്ന ഒരു സമയത്താണ്. അപ്പോൾ മതം പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് മതപ്പാടിലൊക്കെ ആയിരിക്കും മിക്ക ആനകളും, അതുകൊണ്ടായിരിക്കാം വളരെയധികം ആക്രമണം നടത്തുന്നത്.